എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. റോമേഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. കൂനൂർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നിങ്ങൾ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന വഴിക്കാണ് കൂനൂരുള്ളത്. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ടാറ്റയുടെ ഏറ്റവും പുതിയ സിയറ EV ഇതിൻ്റെ ഡ്രൈവ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. ഇന്ന് ശരിക്കും നമ്മൾ ഈ വണ്ടി ഓടിച്ചിട്ടാണ് ഇതിൻ്റെ വിശേഷങ്ങൾ പറയുന്നത്. അപ്പം നമ്മൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പായിരുന്നു വാഹനത്തിന് ലോഞ്ച് എന്ന് പറയുന്നത്. ടാറ്റയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ EVയിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ്. കാരണം ചെറു വാഹനങ്ങൾ മുതൽ എല്ലാ ശ്രേണിയിലും അവർക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ വന്നു എന്നുള്ളതാണ്. ഇനി ഒരു 7 സീറ്ററിൽ മാത്രമേ വരാനുള്ളൂ. അതും താമസിയാതെ തന്നെ വരും. ഒരു മികച്ച വലിയൊരു 5 സീറ്ററാണ് നിങ്ങൾ EV ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് തികഞ്ഞ ഒരു സൊല്യൂഷനാണ് ടാറ്റയുടെ സിയറ EV എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ ഉള്ളത് ക്വാഡ് വീൽ ഡ്രൈവ് ആണ്. 4 വീലുകളിലും ട്രാക്ഷനുള്ള, അതായത് 2 മോട്ടറുകൾ വെച്ചാണ് പ്രവർത്തിക്കുന്നത്. ഏത് റഫറായിട്ടുള്ള ടെറൈൻസിൽ ഇത് പോകുന്നുള്ളതാണ്. ഇന്നലത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓഫ് റോഡ് ഡ്രൈവ് ആയിരുന്നു. പ്രത്യേകിച്ച് ആർട്ടിക്കുലേഷൻ പിറ്റുകളും അതുപോലെ തന്നെ സ്ലഷിൽ കൂടെയൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അറുമാദിച്ച് ഓടിക്കുകയാണ് ചെയ്തത്. ആ വാഹനത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ അത്രയും കണ്ടതാണ്. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 100 കിലോമീറ്ററോളം നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ഓടിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ബാക്കി ഈ ഒരു ഡ്രൈവ് വിശേഷങ്ങളൊക്കെ ആയിട്ട് തന്നെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യമേ വാഹനത്തിൻ്റെ റേഞ്ച് ആയിരുന്നു എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. പ്രാക്ടിക്കലി 500 കിലോമീറ്റർ പ്ലസ് റേഞ്ച് ആണ് ഓഫർ ചെയ്യുന്നത്. 2 ബാറ്ററി പാക്സ് ആണ്, 63 ആൻഡ് 75 കിലോവാട്ട് ആണ്. അൺലിമിറ്റഡ് ആയിട്ടുള്ള വാറണ്ടി ബാറ്ററിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ സിയറയുടെ നിങ്ങൾ പെട്രോളും ഡീസൽ വാഹനം നിങ്ങൾ കണ്ടതാണ്. അതിൻ്റെ ലുക്കിൽ നിന്നൊന്നും യാതൊരു മാറ്റങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് എക്സ്റ്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ നമ്മൾ സംസാരിക്കുന്നില്ല. വാഹനത്തിൻ്റെ പെർഫോമൻസ്, വാഹനത്തിൻ്റെ ഡ്രൈവബിലിറ്റി, അതുപോലെ തന്നെ കോൺട്രിങ്, ബ്രേക്കിംഗ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ എഗെയിൻ വെൽക്കം ടു റോബ് മൈ ഷോ. അപ്പോൾ 2 ആഴ്ചകൾ മുമ്പ് നമ്മൾ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വാഹനത്തിൻ്റെ അല്ല, ഇതിൻ്റെ ഐസ് മോഡൽ നമ്മുടെ ഉണ്ടായിരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് ആയിരുന്നു. 2 ആഴ്ചയോളം നമുക്ക് ആ വാഹനം ഉപയോഗിക്കാനായിട്ട് ബ്രാൻഡ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലവിധമായിട്ടുള്ള ടെറൈൻസിൽ കൂടെയൊക്കെ നമ്മൾ ഓടിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഒരു സസ്പെൻഷനാണ് കേട്ടോ. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സൂപ്പർ ഗ്ലൈഡ് ആയിട്ടുള്ള സസ്പെൻഷനാണ് വരുന്നത്. അതുപോലെ Active.EV+ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. സസ്പെൻഷൻ്റെ വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് ഡാമ്പിംഗ് ആണ് വരുന്നത്. ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് ഡാമ്പിംഗ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ സാധാരണ രീതിയിൽ മക്ഫേഴ്സൺ സ്ട്രട്ടുകളും കോയിൽ സ്പ്രിങ്ങുകളാണ് മിക്ക വാഹനങ്ങളും കണ്ടുവരുന്നത്. അപ്പം ഈ കട്ടർ ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ സ്പ്രിങ് റീബൗണ്ട് ചെയ്യുന്ന കാരണം ആ ഒരു ആക്ഷൻ നമുക്ക് വാഹനത്തിനകത്ത് കിട്ടും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തേക്ക് നമ്മളൊരു ബമ്പൊക്കെ ചാടിക്കഴിഞ്ഞാൽ നല്ല കുലുക്കമായിരിക്കും. പക്ഷേ ഇതിനകത്തേക്ക് നമ്മൾ ഫ്രീക്വൻസി ഡിപ്പെൻഡിങ് ഡാമിംഗ് കൊണ്ടുവന്നപ്പോഴത്തേന് അതിൻ്റെ ഒരു സ്പ്രിങ്ങിൻ്റെ ആക്ഷനെ ലിമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ലിമിറ്റ് ചെയ്യുന്ന കാരണം പെട്ടെന്ന് ഒരു കുടിയിലോട്ട് ചാടിയെന്ന് പറഞ്ഞാൽ വണ്ടി പെട്ടെന്ന് ബൗൺസ് ചെയ്യാതെ അത് കറക്റ്റായിട്ട് അത് ബാലൻസ് ചെയ്യുന്നുള്ളതാണ്. അതായത് പതുക്കെ ആയിരിക്കും അത് റീബൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വാഹനം കുറച്ചും കൂടെ സ്റ്റേബിളും സ്റ്റഡി ആയിരിക്കും. നമ്മൾ ഇപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു എസ്റ്റേറ്റിൽ കൂടെ ഉള്ളൊരു വഴി കൂടെയാണ് പോകുന്നത്. ആ വഴി കൂടെ പോകുന്ന സമയത്തേക്കും നമുക്ക് സാധാരണ ഒരു വണ്ടിയേക്കാളും കുറഞ്ഞ ഒരു കുലുക്കം മാത്രമേ ഇതിനകത്ത് നമുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് സസ്പെൻഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഒരു വാഹനം നമ്മളിപ്പം കോയമ്പത്തൂർ സൈഡിൽ നിന്ന് ഓടിച്ചിട്ടാണ് ഊട്ടി റൂട്ടിലേക്ക് വന്നിട്ടാണ് നമ്മൾ കൂനൂർ എത്തിയിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹിൽ സ്റ്റേഷനാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു പച്ചപ്പിനകത്തോടെ ഈ വാഹനം ഓടുമ്പോൾ ഉണ്ടാകുന്ന വാഹനത്തിൻ്റെ ഒരു റോഡ് പ്രസൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഒരു ഭയങ്കര ഒരു SUV സ്റ്റാൻസ് ഈ വാഹനത്തിനകത്തുണ്ട്. ബോക്സി ആയിട്ടുള്ള ഡിസൈനിലാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചിലർക്കൊക്കെ ഇതിൻ്റെ ഷേപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ചിലർക്ക് മറിച്ചൊരു അഭിപ്രായമുണ്ട്. പക്ഷേ നമ്മൾ മൊത്തത്തിൽ റോഡിൽ ഓടുന്ന സമയത്തേക്ക് ഈ വാഹനം കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ തന്നെ ഒരു ബ്ലേഡ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. LED ആയിട്ട് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലേഡ് ഐ ലൈറ്റ്സിലാണ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്രണ്ട് പ്രൊഫൈൽ ആണെങ്കിലും ബാക്ക് പ്രൊഫൈൽ ആണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ് ടാറ്റ സിയറ EV എന്ന് പറയുന്നത്. EVയിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് പുറമേ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു മാറ്റവും പറയാനില്ല. നമ്മൾ എങ്ങനെയാണോ പെട്രോൾ ഡീസൽ വണ്ടി കണ്ടത് അതേ ഷേപ്പിൽ തന്നെയാണ് നമുക്ക് ഈ വാഹനം അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ക്വാഡ് വീൽ ഡ്രൈവ് ആകുമ്പോൾ, അതായത് നമുക്കൊരു 4 വീൽ ഡ്രൈവ് വേർഷൻ വരുന്ന വാഹനം വരുമ്പോൾ QWD എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. അതല്ലാതെ ശരിക്കും പറഞ്ഞാൽ എക്സ്റ്റീരിയറിൽ ഒരു മാറ്റമില്ല. ഇൻറ്റീരിയറിലും ശരിക്കും പറഞ്ഞാൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളില്ല. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റ്സിലേക്ക് വരുന്ന സമയത്തേക്ക് ട്രിപ്പിൾ സ്ക്രീനുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെ നമുക്കൊരു ഇലക്ട്രിക് വാഹനത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും നമുക്കിങ്ങനെ കോ പാസഞ്ചറിന് വേണ്ടിയുള്ള ഒരു സ്ക്രീൻ അവിടെ കൊടുക്കുന്നത് പറയാം. അതായത് നമുക്ക് ഈ 2 സ്ക്രീനുകളും സാധാരണ രീതിയിൽ നമ്മൾ ഡ്രൈവേഴ്സിന് ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ. ഇത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണ് വരുന്നത്, JBL കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു സൗണ്ട് സിസ്റ്റം ആണെങ്കിലും 12ഓളം സ്പീക്കേഴ്സ് വന്നിട്ട് ഇമ്മേഴ്സീവ് ആയിട്ടുള്ള ഡോൾബി അറ്റ്മോസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് സാധാരണ കാറുകളിൽ കാണുന്ന ഇന്നുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. IR കണക്ടിവിറ്റിയും ഏകദേശം ഒരു 70+ ഫീച്ചേഴ്സും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ഫോൺ, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇൻസ്ട്രുമെന്റ് പാനലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഫുള്ളി നമുക്ക് ഡിജിറ്റലായിട്ടാണ് വരുന്നത്. പഴയ കാലത്തെ പോലെ അനലോഗിൻ്റെ സംവിധാനങ്ങളൊന്നുമില്ല. ഡിജിറ്റലായിട്ട് വരുമ്പോൾ കൂടുതൽ ഇൻഫോർമേഷൻസ് ക്യാരി ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പം നമുക്ക് EVയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി ഉള്ള റേഞ്ച്, ഡിസ്പ്ലേ ഉള്ള റേഞ്ച്, ബാറ്ററിയുടെ നിലവിൽ എത്ര ബാറ്ററി ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും, സ്പീഡ് കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ടേൺ ടു ടേൺ നാവിഗേഷൻസ്, അതുപോലെ വാഹനത്തിനകത്തുള്ള മറ്റുള്ള സേഫ്റ്റി പാരാമീറ്ററുകൾ,
അഡാസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം നമുക്കിതിനകത്ത് കാണാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ വളരെ റിച്ച് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ക്ലസ്റ്റർ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ക്രീനെ കുറിച്ചാണ് പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രീൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രൈവർ ഇപ്പം വഴിയൊക്കെ കണ്ട് പുള്ളി ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾ കുറേ കഴിയുമ്പോൾ ബോറടിക്കും അല്ലേ. അപ്പോൾ അവർക്ക് ഉള്ളൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണ് അത് കൊടുത്തിരിക്കുന്നത്. യൂട്യൂബ് ഈ ഡ്രൈവിങ്ങിനെ ഡിസ്റ്റർബ് ചെയ്യാതെ അവിടെ യൂട്യൂബ് നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് അവർക്ക് ഹെഡ്സെറ്റ് പെയർ ചെയ്ത് അത് നമുക്ക് ചെവിയിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഗെയിം കളിക്കണമെങ്കിൽ ഗെയിം കളിക്കാനുള്ള കൺസോൾ ഉണ്ട്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ നമ്മളുടെ ദീർഘദൂര യാത്ര വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പലവിധ തിരക്കുകളൊക്കെ ആയിട്ട് നമ്മളങ്ങ് പല ചിന്തകൾ പോകും. പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും. അപ്പം ഈ സിയാറ ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു ലിവിങ് സ്പേസ് ആയിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മളൊരു വീട്ടിലേക്ക് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ വീടുകളിൽ പലവർക്കും പല മുറികളായിരിക്കും. നമ്മളിപ്പം കുട്ടികളുടെ മുറി നോക്കി കഴിഞ്ഞാൽ ആ തീമിലായിരിക്കും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കും. ഇപ്പം നമ്മുടെ ഒരു മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള അല്ലെങ്കിൽ ആ ഒരു ഹസ്ബൻഡിനും വൈഫിന് ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കും ആ കാര്യങ്ങൾ വരുന്നത്. ഗസ്റ്റ് റൂമിനകത്ത് ചിലപ്പം സൗകര്യങ്ങൾ കുറവായിരിക്കും അല്ലേ. എന്നാൽ പോലും അവനവൻ്റെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണ് അവരുള്ള ഡിസൈൻ ചെയ്യുക. അപ്പം ടാറ്റ സിയറയും ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഇതിനെ കംപ്ലീറ്റ്ലി ഒരു ലിവിങ് സ്പേസ് ആക്കി മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കംഫർട്ടിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ നമുക്കൊരു ഡ്രൈവബിലിറ്റിയുടെ കാര്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് സീറ്റിങ്ങിൻ്റെ പൊസിഷൻ പറയാം. സീറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലെ 2 സീറ്റുകളും ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഒക്കെ വെന്റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് കനത്ത ചൂടിൽ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടുള്ളപ്പം നമുക്ക് പുറമൊക്കെ അങ്ങോട്ട് വേർക്കും. പക്ഷേ ഈ ഒരു കേസ് വരുമ്പം അല്ലെങ്കിൽ ഈ വെന്റിലേറ്റഡ് സീറ്റ് വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ശരീരമൊക്കെ തണുപ്പിക്കാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വയർലെസ്ലി നമുക്ക് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ AC ഒക്കെ ഓണാക്കാനൊക്കെ പറ്റില്ല. അതിപ്പോൾ ഓൾറെഡി കോമൺ ഫീച്ചറായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് സീറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് ഈ 2 സീറ്റുകളും, ഡ്രൈവർ സീറ്റുകളും കോ ഡ്രൈവർ സീറ്റുകളും രണ്ടും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ട് തന്നെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര സൗകര്യപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. സ്റ്റിയറിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ടിൽറ്റും ടെലസ്കോപ്പിക് ആയിട്ട് വരുന്ന സ്റ്റിയറിംഗ് ഒക്കെ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചാണ് നമുക്ക് അടുത്തായിട്ട് പറയാനുള്ളത്. സേഫ്റ്റി എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു വാഹനം നമുക്ക് ലോഞ്ചിൻ്റെ സമയത്ത് തന്നെ 2 ടാറ്റ സൈറുകൾ ഒരുമിച്ച് കൂട്ടി ഇടിപ്പിച്ചിട്ടൊക്കെയാണ് അവർ ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സമയത്ത് വാഹനത്തിനകത്ത് പ്രശ്നങ്ങളൊന്നും, കാരണം റിയൽ ലൈഫിൽ നമ്മളിപ്പോൾ ഒരു ഗ്ലോബൽ എൻഗ്യാപ്പ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളതെന്ന് പറഞ്ഞാൽ 64 കിലോമീറ്റർ വേഗതയിൽ വന്ന് ഡിഫോമബിൾ ആയിട്ടുള്ള ഒരു ബാരിയറിൽ കൊണ്ട് ഇടിക്കുന്ന ഒരു ടെസ്റ്റാണ്. പക്ഷേ ഓൺ റോഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് പല സാഹചര്യം, ചിലപ്പോൾ പുറകിൽ നിന്ന് അടിക്കാം അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് അടിക്കാം, ഇമ്പാക്റ്റുകൾ പല രീതിയിലാണ്. അപ്പോൾ ആ രീതിയിലാണ് ടാറ്റ ടെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു വാഹനത്തെ. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഭാരത് എൻഗ്യാപ്പിലൊക്കെ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. അപ്പോൾ EVയിലേക്ക് വരുന്ന സമയത്തും അതിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. കാരണം ഒന്ന് വെച്ച് ഇത് ഒരു ബോൺ ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. കാരണം Active.EV+ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ്. EVക്ക് വേണ്ടി തന്നെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ഈ ബാറ്ററിയൊക്കെ പ്ലേസ് ചെയ്യാനായിട്ടുള്ള ഓൾറെഡി അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. സാധാരണ നമ്മൾ ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള വാഹനം നമ്മൾ EVയിലേക്ക് മാറുന്ന സമയത്തേക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് വരും. പ്രത്യേകിച്ച് ഫ്ലോറിൻ്റെ ഹൈറ്റ് കൂടുകയും ബാറ്ററി പാക്കിൻ്റെ ഒരു സൈസ് ലിമിറ്റ് ചെയ്യുകയൊക്കെ വേണം. പക്ഷേ ഇത് അങ്ങനെ അല്ലാത്തൊരു വാഹനം ആയതുകൊണ്ട് നമുക്ക് 75 കിലോവാട്ടിൻ്റെ വലിയ ബാറ്ററി ആണെങ്കിൽ ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഏറെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഒരുപാട് അധികം സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ 6 എയർ ബാഗ്സ് ഇതിനകത്ത് എല്ലാ വേരിയൻസിനും സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ ABS EBD ട്രാക്ഷൻ കൺട്രോളുകൾ, ഇത്തരത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സും വാഹനത്തിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ ബോഡി ആണെങ്കിലും സൂപ്പർ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഇതിൽ വന്നിരിക്കുകയാണ്. 360 ഡിഗ്രി ക്യാമറ ഇട്ട് നോക്കാം. നമുക്ക് കണ്ടത് ഇപ്പോഴത്തെ ഒരു ഇന്നോവയുണ്ട്, നമുക്ക് വണ്ടിക്ക് പോകാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. കണ്ടോ, ഈ ഗൈഡ് ലൈൻസ് ഈസി ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, യെല്ലോ കളറിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ വണ്ടി പോകുന്നുള്ളത്. നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ താഴെ ഒരു കണ്ടില്ലേ ഈ ബാരിക്കേഡ്സ് ഉണ്ടല്ലോ, അതിലിടിക്കാന്നുള്ളൊരു പേടിയുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. 360 ഡിഗ്രി വന്നതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ്. 360 ഡിഗ്രി മാത്രമല്ല, നമുക്ക് ഇതിനകത്തേക്ക് ഒരു കണ്ടോ മൊത്തത്തിലുള്ള പല ഡിഗ്രീസ് നമുക്ക് മാറ്റാൻ പറ്റും. 540 ഡിഗ്രി നമുക്ക് കാണാൻ പറ്റും. ഈവൻ വാഹനത്തിന് അടിയിലുള്ള വ്യൂ വരെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് എത്ര ക്യാമറാസാണ് ഈ വാഹനത്തിനകത്ത് ലോഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വീണ്ടും ആ 360 ഒരു സ്കോർപ്പിയോ വന്നിരിക്കുകയാണ്. നമുക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ വണ്ടി കറക്റ്റായിട്ട് അതുവഴി പോകുന്നതാണ് കാണിക്കുന്നത്. വേറെ ഒരു പ്രശ്നങ്ങളും അതിനകത്ത് കാണിക്കുന്നില്ല. ആ 360 ഉള്ളത് തന്നെ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. ഇതുപോലുള്ള ഇടുക്കമുള്ള റോഡിൽ കൂടെ പോകുന്ന സമയത്തേക്ക് നമ്മൾ സാധാരണ വലിയൊരു വണ്ടി കൊണ്ട് പോകുന്ന ഒരു സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കിത് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സേഫ്റ്റിയുടെ കാര്യങ്ങളൊന്നും യാതൊരു പ്രശ്നം ഇല്ലെന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയാണ് ഈ വാഹനത്തിൻ്റെ ഡ്രൈവബിലിറ്റിയെക്കുറിച്ച് പറയാനുള്ളത്. അതിനെടുത്ത് വരേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഓഫ് റോഡ് ഡ്രൈവുകളാണ് കേട്ടോ ചെയ്തിരുന്നത്. കാരണം വെച്ചാൽ ഒരു EV കൊണ്ട് നമുക്ക് ഓഫ് റോഡ് ചെയ്യാൻ പറ്റുമോ? അപ്പം വീണ്ടും നമ്മളൊരു ഒബ്സ്റ്റക്കിൾ എത്തിയിട്ടുണ്ട്. EV കൊണ്ടൊരു ഓഫ് റോഡ് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരുന്നു. അത് ഇന്നലെ അത് പ്രൂവ് ആയിട്ടുണ്ട്. നമ്മൾ ഫേസ്ബുക്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫേസ്ബുക്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ കേപ്പബിലിറ്റി എന്താണെന്നുള്ളത്. പ്രത്യേകിച്ച് അത്ര സ്ലഷി ആയിട്ടുള്ള, അതായത് ചെളി കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ, കണ്ടം പോലെ പൂട്ടി കിടക്കുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ വാഹനം ഈസി ആയിട്ട് നമുക്ക് ഓടിച്ച് പോകാൻ പറ്റുമെന്നുള്ളതാണ്.
ഇനി നമുക്ക് ബാറ്ററിയുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ബാറ്ററിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റേഞ്ച് തന്നെ നമ്മൾ ഒരു വലിയ കാര്യമാണ്. കാരണം ഇതുപോലുള്ള വലിയ വാഹനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന കൂടുതൽ ദീർഘദൂരങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടിയായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് കിട്ടുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ 75 കിലോവാട്ടിൻ്റെ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 510 മുതൽ 530 കിലോമീറ്റർ വരെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു റേഞ്ച് നമുക്ക് വാഹനം പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയുന്നത്. അതായത് റിയൽ ലൈഫിൽ കിട്ടുന്ന റേഞ്ചാണ് കേട്ടോ. 650 ആണ് ശരിക്കും എയർ സർട്ടിഫൈഡ് ആയിട്ടുള്ള റേഞ്ച് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ 63 കിലോവാട്ടിൻ്റെ ബാറ്ററി ഉപയോഗിച്ചാലും ഒരു 420, 410, 420 കിലോമീറ്റർ ഒക്കെയാണ് നമുക്ക് റിയൽ ലൈഫിൽ കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ റേഞ്ചിൻ്റെ പ്രശ്നം അവിടെ തീർന്നു. അതുപോലെ ബാറ്ററിയുടെ വാറണ്ടി വലിയൊരു കാര്യമാണ്. കാരണം ബാറ്ററി ഇപ്പോൾ ലൈഫ് ലോങ് വാറണ്ടിയിലാണ് കൊടുക്കുന്നത് പറഞ്ഞാൽ 15 വർഷത്തേക്ക് നമുക്ക് യാതൊരു ടെൻഷനും വേണ്ട. അതൊക്കെ അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ ചാർജിങ്ങിലേക്ക് വരാം. നമുക്ക് ഈ ഒരു വാഹനം വളരെ ഫാസ്റ്ററായിട്ട് ചാർജ് ചെയ്യാനായിട്ട് വരും. വെറും 15 മിനിറ്റ് കൊണ്ട് 250 കിലോമീറ്റർ ഓടാനുള്ള ചാർജ് സംഭരിക്കാനായിട്ട് പറ്റും. ഹൈ സ്പീഡ് ചാർജുകൾ, DC ചാർജുകൾ സപ്പോർട്ട് ചെയ്യും. പഴയ പോലെ നമുക്കിപ്പം ടെൻഷൻ അടിക്കേണ്ടതല്ല. എത്ര ദീർഘദൂര യാത്ര പോയാലും എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ചാർജിങ് സ്റ്റേഷൻസ് കാണിക്കാണ്ട് പറ്റും. ഇങ്ങോട്ട് വരുന്ന വഴിക്കും ധാരാളം ചാർജിങ് സ്റ്റേഷൻസ് കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഹിൽ സ്റ്റേഷനിലേക്കൊക്കെ വരുന്ന സമയത്താണെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പഴയ പോലെ ചാർജിങ് ഇല്ലെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ EVയുടെ പ്രചാരം അങ്ങനെ ഏറിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം 2019 കണക്കെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ നമുക്ക് റോഡിൽ കാണാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളൊരു 10-15 വണ്ടി കാണുന്നതിനിടയ്ക്ക് 1-2 ഇലക്ട്രിക് വണ്ടി, അത് കാറായിട്ടോ അല്ലെങ്കിൽ സ്കൂട്ടറുകളായിട്ടോ ഒക്കെ നമുക്ക് കാണാനായിട്ട് വരും. അപ്പോൾ EVയുടെ ഗ്രോത്ത് അത്രമേൽ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. 2030 തന്നെ ഏകദേശം 50% വാഹനങ്ങൾ നമ്മൾ EVയിലേക്ക് മാറണമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം നിലവിൽ ഏറ്റവും നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ E20, E30 പെട്രോളുകളൊക്കെ വരുന്ന കാരണം പഴയ വണ്ടികളുടെ എഞ്ചിനുകളെല്ലാം കംപ്ലൈൻറ്റ് ആകുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജ് കുറവുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോസ്റ്റ് ഓഫ് റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നതും ഭയങ്കര ഒരു ദിവസം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും EV എന്ന് പറയുന്ന ഒരു ടെക്നോളജിയിലേക്ക് ഷിഫ്റ്റ് ആകാനായിട്ടുള്ള ഒരു മടി നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഇപ്പോഴില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ബഡ്ജറ്റിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം വാഹനത്തിൻ്റെ വില എപ്പോഴും അപ്പർ സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു വില മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കഴിവതും എല്ലാവരും EV ആണ്. അത് ഈവൻ സ്കൂട്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും EV എടുക്കാൻ നോക്കുന്നത്. ഇലക്ട്രിക് ഓട്ടോകളാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. നമ്മൾ തന്നെ ധാരാളം വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കസ്റ്റമർ ഫീഡ്ബാക്സ് എടുക്കുന്ന സമയത്തൊക്കെ എല്ലാവരും പറയുന്നത് അവർക്ക് അത്ര റിട്ടേൺസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ കാറിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരിക്കലെങ്കിലും നമ്മൾ EV മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് പഴയ പോലെ നമുക്കൊരു ഐസ് പെട്രോൾ വാഹനങ്ങളിലേക്കോ ഡീസൽ വാഹനങ്ങളിലേക്കോ പോകാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. ഈ വാഹനത്തിൻ്റെ വിലയെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു വാഹനം ഇതിൻ്റെ ബേസ് വേരിയൻ്റ് തന്നെ അത്യാവശ്യം നമുക്ക് 6 എയർ ബാഗ് ഒക്കെ വരുന്ന അത്യാവശ്യം കുറേ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വാഹനത്തിന് തന്നെ 20.5 ലക്ഷം രൂപ മുതൽ ഓൺ റോഡ് കിട്ടും. 18,79,000 രൂപയാണ് എക്സോറും പ്രൈസ് എന്ന് പറയാം. നമ്മുടെ ടാക്സിൻ്റെ ഒക്കെ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ ഒരു 20.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വാഹനം വാങ്ങിക്കാൻ പറ്റും. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം എന്ന് പറഞ്ഞാൽ 24,87,000 രൂപയാണ്. അപ്പോൾ ഏകദേശം ഒരു 27 ലക്ഷം രൂപയോളം വരുമായിരിക്കും. ഒരു 1.5 ലക്ഷം രൂപയുടെ നമ്മൾ അധികമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാഡ് വീൽ ഡ്രൈവ് നമുക്ക് കിട്ടും. ക്വാഡ് വീൽ നമുക്ക് എല്ലാവർക്കും ആവശ്യം വരുന്നില്ല. പക്ഷേ ഇടയ്ക്കൊക്കെ ഓഫ് റോഡ് പോകേണ്ട താല്പര്യമുള്ളവർക്കാണെങ്കിൽ ക്വാഡ് വീൽ ഡ്രൈവ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. മാസീവ് ആയിട്ടുള്ള ടോർക്കാണ്. 302 PS ആണ് പവർ എന്ന് പറയുന്നത്. ഏകദേശം 504 Nm ടോർക്കും ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ചെറിയ ടോർക്കൊന്നും അല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ വാഹനത്തിൻ്റെ ടോർക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ സ്പീഡും കൂടെ പറയാം. വെറും 5.6 സെക്കൻഡും കൊണ്ട് 100 കിലോമീറ്റേഴ്സ് ആണ് അച്ചീവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 5 സെക്കൻഡ് താഴെ മതി ഒരു 120 നിൽക്കുന്ന വാഹനം 0ലേക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട്. അപ്പം ഇതൊക്കെ നമ്മൾ ഇന്നലെ പരീക്ഷിച്ചതാണ് കേട്ടോ. നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പം അതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് അതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അത് ഞാൻ വേർട്ടിക്കലായിട്ട് എടുത്തത്, അതുകൊണ്ടാണ് നമുക്ക് യൂട്യൂബിലേക്ക് ഇടാനായിട്ട് സാധിക്കാത്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബ്രേക്കിംഗ് ആണെങ്കിലും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ഈ ഒരു വാഹനം ടെസ്റ്റ് ചെയ്തതിൻ്റെ വീഡിയോ ഭയങ്കര റീച്ചായ പരസ്യമായിരുന്നു. നമുക്കറിയാം ഹാരിയർ നമ്മുടെ വാഗമൺ കൊണ്ടാണ് അതിൻ്റെ പരസ്യം ചെയ്തത്. ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തൊരു സംഭവമാണ്. അതേപോലെ തന്നെ ഒരു ചർച്ച ചെയ്തൊരു സംഭവമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അബുദാബിയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാൻഡ് ഡ്യൂണുകളിലൊന്നാണ് താൽ മൊറീബ് എന്ന് പറയുന്ന ഒരു സാൻഡ് ഡ്യൂൺ എന്ന് പറയുന്നത്. ആ ഡ്യൂണ് ശരിക്കും നോർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 28 ഡിഗ്രി ചെരിവിലാണ് തുടങ്ങുന്നത്. പിന്നെ അത് 38 ഡിഗ്രിയോ, പിന്നെ ഏറ്റവും ലാസ്റ്റിലേക്ക് വരുമ്പോൾ 50 ഡിഗ്രിയാണ്. 50 ഡിഗ്രി കയറ്റം എന്ന് പറഞ്ഞാൽ ആലോചിച്ചിരിക്കും. നമ്മൾ പണ്ട് സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് പ്രൊട്രാക്ടറിനെ കൊണ്ട് 45 ഡിഗ്രി വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ അങ്ങനെ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ആംഗിൾ, അതായത് കുറച്ചുകൂടെ കുത്തനെയാണ് ഈ ഒരു വാഹനം ആ ഒരു കയറ്റം കയറിപ്പോയത്. അതായത് 300 മീറ്റർ സ്ട്രെച്ച് വാഹനം ഇടയ്ക്ക് സ്റ്റക്കാകാതെ നിൽക്കാതെ കയറിപ്പോയി എന്നുള്ളതാണ്. അതായത് നോർമലി നമ്മൾ നിസാൻ പെട്രോളൊക്കെ പോലുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ V8 ആയിട്ടുള്ള വാഹനങ്ങൾ തോൽക്കുന്നിടത്ത് ഇത്തരം ഈ ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റ് അടിപൊളിയായിട്ട് ആ വാഹനം കയറി എന്നുള്ളതാണ്. അപ്പം പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ആർക്കും ഒന്നും ഇതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാനില്ല. അത്രയും നല്ല പെർഫോമൻസ് ആണ് വണ്ടിക്കകത്തുള്ളത്. ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഭയങ്കര എന്താ പറയുന്നത് സന്തോഷിക്കാൻ അല്ലെങ്കിൽ അഭിമാനിക്കാനുള്ള വകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഓവറോൾ ഒരു ഡ്രൈവബിലിറ്റിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓവറോൾ നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഐസ് വെഹിക്കിൾ നമ്മൾ കുറേ ദിവസങ്ങൾ നമ്മൾ ഓടിച്ചായിരുന്നു. ഇപ്പം നമ്മൾ EV ഓടിക്കുന്ന EV ഇപ്പോൾ 100 കിലോമീറ്റേഴ്സോളം ഓടിച്ച് നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേന് ഏകദേശം 200 കിലോമീറ്ററിന് മുകളിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ കൂനൂരിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഹെയർ പിൻ ബെൻഡുകളും കാര്യങ്ങളൊക്കെയാണ്.
അതുപോലെ തന്നെ നമുക്ക് കയറ്റം വരുമ്പോഴത്തേനും നമുക്കറിയാമല്ലോ നമ്മുടെ ഒരു വണ്ടിയുടെ പവർ, അതായത് നമ്മൾ ഐസ് വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗിയറൊക്കെ മാറി വേണം കയറ്റം ഇതെന്ന് പറയുന്നത്. പക്ഷേ ഇത് ഭയങ്കര സ്മൂത്തായിട്ട് റണ്ണിങ് ഭയങ്കരമായിട്ട് ഒഴുകി പോകുന്നവരാണ് ഈ വാഹനം വരുന്നത് പറയുന്നത്. അത്യാവശ്യം ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവിങ്ങിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. ഈ സ്റ്റിയറിംഗ് ഡിസൈനെ കുറിച്ചൊന്നും പറയണ്ടല്ലോ, നമ്മൾ ഇതിൻ്റെ ഫിലോസഫി നമ്മൾ കണ്ടതാണ്. എല്ലാ പുതിയ വാഹനങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ നെക്സോൺ മുതലുള്ള മിക്ക വാഹനങ്ങളിലും നമ്മളിത് കണ്ടാണ്. ഇപ്പോൾ ടിയാഗോയിലും ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള സ്റ്റിയറിംഗ്സ് ആണ് വന്നിരിക്കുന്നത്. ഭയങ്കര ഹാൻഡ്ലിംഗ് ആണ്. ഒരു വളരെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഈ വാഹനം നമുക്ക് ഓടിക്കാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ടാറ്റ സിയറ ഇ വിയിലേക്ക് വന്നപ്പോൾ നമ്മൾ ഇതിൻ്റെ ഐസ് മോഡലിൽ കാണാത്തൊരു ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് ഇ വി ആകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാലെ മോഡും അതുപോലെ തന്നെ സമ്മൺ മോഡാണുള്ളത്. നമ്മളിത് നേരത്തെ ഹാരിയർ ഇ വിയിൽ നമ്മൾ കണ്ടതാണ്. അതായത് നമ്മളൊരു ടൈറ്റ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് സ്പേസിലേക്ക് നമ്മൾ പോവാണ്. നമ്മളിപ്പം വാഹനത്തിനകത്തിരുന്ന് നമ്മൾ ടൈറ്റ് ആയിട്ട് ഒരു 2 കാറുകൾക്കിടെ എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡോറുകൾ ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ആഗ്രഹിക്കില്ലേ വണ്ടി എവിടെയെങ്കിലും കൊണ്ടിട്ടൊന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ ആലോചിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിക്ക് നമ്മുടെ കീസ് ഉപയോഗിച്ച്, ഈ ഒരു കീ ഉപയോഗിച്ച് നമുക്ക് വാഹനത്തിനെ ആ ഞെരുക്കമുള്ള പാർക്കിങ്ങിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു പാർക്കിങ്ങിൽ നിന്ന് നമുക്ക് ഈ വാഹനം നമുക്ക് വിളിച്ചിറങ്ങാനായിട്ട് വരും. അതായത് നമ്മളൊരു RC കാർ, റിമോട്ട് കൺട്രോൾ ആയിട്ടുള്ള ഒരു കാറിനെ എങ്ങനെയൊക്കെ ഫംഗ്ഷൻ ചെയ്യുന്നു അതുപോലെയൊക്കെ ഈ കാറിനെയും ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അത് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ പല വീഡിയോകളും നിങ്ങൾ ഹാരിയർ ഇ വിയുടെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ആ മോഡും ഈ ഒരു ഇ വിയിലേക്ക് വന്നപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ കൂനൂർ വഴിയാണ് നമ്മുടെ ഈ ഊട്ടിയിലേക്കുള്ള ആ ട്രെയിൻ പോകുന്നത്. അതിൻ്റെ ട്രാക്കും കാര്യങ്ങളൊക്കെയാണ് സൈഡിൽ കാണുന്നത്. എപ്പോഴും ആലോചിക്കും അങ്ങനെ ഒരു യാത്രയാണെന്ന്, നടന്നില്ല. ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ വേറൊരു ഫീച്ചർ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്സപ്പ് ഡിസ്പ്ലേ ആണ് കേട്ടോ. നമുക്ക് സാധാരണ എല്ലാ വണ്ടികളിലും നമ്മൾ ഹൈ എൻഡ് വാഹനങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്, ടോപ്പ് എൻഡ് ട്രിമുകൾ കാണുന്നതാണ്. അപ്പോൾ ഇതിനകത്തും ഹെഡ്സപ്പ് ഡിസ്പ്ലേ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വാഹനത്തിനകത്ത് തന്നെ വാഹനത്തിൻ്റെ സ്പീഡ്, അതുപോലെ തന്നെ നമുക്ക് അഡാസിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്പീഡ് ലിമിറ്റിൻ്റെ വാണിങ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ മോഡുകൾ, ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ ഒരു ഹെഡ്സപ്പ് ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗമാണ് വരുന്നത് കേട്ടോ. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ടെടുക്കാതെ, അല്ലെങ്കിൽ നമുക്ക് ഈ സ്ക്രീനിലേക്ക് നോക്കാതെ തന്നെ അത്യാവശ്യം വേണ്ടുന്ന ഫീച്ചേഴ്സ് 10x10 നാവിഗേഷനൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഹെഡ്സപ്പ് ആയിട്ട് വരുന്ന ഡിസ്പ്ലേയും വാഹനത്തിനകത്ത് അത്യാവശ്യം നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ഈ സിയറയുടെ ഇ വിയിൽ കണ്ട മറ്റൊരു അഡ്വാൻറ്റേജ് പറയാം കേട്ടോ. ഇ വിയുടെ ഈ 4 വീൽ ഡ്രൈവിലേക്ക് വരുമ്പോൾ കണ്ടൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ വേറൊരു കാർ നമ്മളൊരു 4 വീൽ ഡ്രൈവ് ഉള്ളൊരു വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് 4 വീൽ എൻഗേജ് ചെയ്യാൻ വേണ്ടിയുള്ള സെപ്പറേറ്റ് ഉള്ള സ്വിച്ചസ് അല്ലെന്നുണ്ടെങ്കിൽ ഗിയേഴ്സോ നമുക്ക് കാണാം. അതായത് 2H 4H ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ സിയറ ഇത് ക്വാഡ് വീൽ ഡ്രൈവ് ആണ് കേട്ടോ. നമ്മൾ ഇന്നലെ ഈ വാഹനം ഡ്രൈവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവിധ ടെറൈൻസിലും, അതായത് നമുക്ക് ടയർ ലോക്കായി പോകാനുള്ള സാഹചര്യങ്ങളും എല്ലായിടത്തോടും നമ്മൾ ഓടിച്ചു നോക്കിയായിരുന്നു. ഇതിനകത്ത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്വിച്ച്, അതായത് 4 വീൽ എൻഗേജ് ചെയ്യേണ്ട സെപ്പറേറ്റ് ആയിട്ടുള്ള സ്വിച്ച് ഇല്ലെന്നുള്ളതാണ്. അതിന് പകരം ഇതിന് കുറേ ഡ്രൈവ് മോഡ്സ് ഉണ്ട്. 6 ഡ്രൈവ് മോഡ്സ് ഉണ്ട്. ഡ്രൈവ് മോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ഡ്രൈവ് മോഡ്സ് ആണ് വരുന്നത്. അതായത് നമുക്ക് ഇതിനകത്ത് വരുന്നത് സാൻഡ്, മഡ്, റോക്ക് അങ്ങനെയൊക്കെയുള്ള കുറേ ഓരോ സ്ഥലങ്ങൾ, അതായത് ടെറൈൻ അനുസരിച്ചുള്ള 6 ടെറൈനിൽ ഓടിക്കാനുള്ള സംവിധാനമുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഡ്രൈവ് മോഡ്സ് നമുക്ക് ഒരു 3 ഡ്രൈവ് മോഡ്സ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഈക്കോ സിറ്റി സ്പോർട്ട് എന്ന് പറയുന്ന ഒരു മോഡുണ്ട്. ഇത് കൂടാതെ ഒരു ബൂസ്റ്റ് മോഡ് എന്ന് പറയുന്ന മോഡുണ്ട് കേട്ടോ. ബൂസ്റ്റ് മോഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോക്കറ്റിന് തീ പിടിക്കുന്ന പോലെയാണ്. ശരിക്കും വാഹനത്തിൻ്റെ ഫുൾ പവറിലേക്ക് വാഹനത്തിനെ പുഷ് ചെയ്യുന്നൊരു മോഡാണ് ബൂസ്റ്റ് മോഡ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ താൽമൊറീബ് എന്ന് പറഞ്ഞൊരു മല കയറുന്നത്. അപ്പം ബൂസ്റ്റ് മോഡ് ഇട്ടിട്ടാണ് ലാസ്റ്റ് 50 ഡിഗ്രി കയറ്റം അത് നിർത്താതെ കയറിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മോഡും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ബൂസ്റ്റ് മോഡ് എന്ന് പറയുന്നത്. അപ്പം ഏത് ടെറൈനിലും വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ മോഡുകൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പോകാം. സ്നോ എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അപ്പോൾ സ്നോ എന്ന മോഡ് എന്ന് പറഞ്ഞാൽ വഴുക്കലുള്ളൊരു മോഡാണ്, കാരണം വെള്ളവും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അത് ആ ഒരു മോഡ് കൃത്യമായിട്ട് അത് വർക്ക് ചെയ്യും. സ്നോ അതുപോലെ നമുക്ക് ഇ വി എന്ന് പറയുന്ന കൂടുതലും ഗ്രാസിലൊക്കെ വാഹനം നമ്മൾ എടുക്കുകയാണെങ്കിൽ ടോർക്ക് കൂടുതലായതുകൊണ്ട് വാഹനത്തിന് ടയർ നിന്ന് കറങ്ങും. നിങ്ങൾ പല ആദ്യത്തെ കാലത്ത് ഇ വി കാറുകൾ പല ബ്രാൻഡിനെ ഓടിച്ചു കഴിഞ്ഞാൽ പുല്ലിനകത്ത് ഇറങ്ങി കഴിഞ്ഞാൽ കയറാനൊക്കെ ഇച്ചിരി പാടാണ്. പക്ഷേ ഈ വാഹനത്തിലേക്ക് വരുമ്പോൾ ആ മോഡ് നമുക്ക് മാറ്റി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് പറ്റും. പിന്നെ മഡ് എന്ന് പറഞ്ഞൊരു ഒരു മോഡുണ്ട്. അതുപോലെ നമുക്ക് സാൻഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. റോക്ക് റോൾ എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അതായത് കല്ലും കൂട്ടത്തിൽ കൂടെയൊക്കെ നമുക്ക് പോകേണ്ടത് നമുക്ക് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മോഡുകളാണ് നമുക്ക് ഈ വാഹനത്തിനകത്ത് പ്രധാനമായിട്ടും നമുക്കുള്ളത്. അപ്പോൾ ഇത് പല കോമ്പിനേഷൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് പല ഡ്രൈവ് മോഡ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ടെറൈൻ മോഡ്സ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം വാഹനം നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ആണ് കേട്ടോ. എത്ര സ്പീഡിൽ പോയെന്ന് പറഞ്ഞാലും ഭയങ്കര കോൺഫിഡൻസ് ആണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ കോൺട്രിങ്ങിൻ്റെ എബിലിറ്റി പറയാതിരിക്കേണ്ട കഴിയില്ല. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ആ വളവ് കൃത്യമായിട്ട് വണ്ടി കോൺട്ര ചെയ്ത് വരും എന്നുള്ളതാണ്. നമുക്ക് ഒരു കോൺഫിഡൻസിൻ്റെ കുറവ് ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ എത്ര സ്പീഡിൽ ഇപ്പോൾ ഒരു 140 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ ഈ വാഹനം ഓടിക്കുകയാണെന്ന് പറഞ്ഞാലും നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ആപ്റ്റ് ആയിരിക്കും. അതായത് നമ്മുടെ വാഹനം ബ്രേക്ക് ചെയ്യുന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്തില്ലെന്നുണ്ടെങ്കിലും വാഹനത്തിനകത്ത് അഡാസിൻ്റെ ഫീച്ചേഴ്സ് ലോഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഓട്ടോ ബ്രേക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഹൈവേ കൂടെ ഓടിക്കുന്ന സമയത്തേക്ക് ലെയിൻ ഡിപ്പാർച്ചർ വാണിംഗ് ഉണ്ട്. ലെയിൻ ഡിപ്പാർച്ചർ വരുവാണെങ്കിൽ തന്നെ നമുക്ക് അസിസ്റ്റ് ഉണ്ട്. നമ്മുടെ സ്റ്റിയറിംഗ് തിരിഞ്ഞ് നമ്മുടെ റോഡിലേക്ക് വരും. അപ്പം അഡാസിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണല്ലേ. അതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള
വേർഷൻസാണ് നമ്മുടെ ടാറ്റയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ ഞാൻ ഓടിച്ച് ചെയ്യേണ്ട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും തീർച്ചയായിട്ടും ഇതൊരു ടാറ്റ ശരിക്കും പറഞ്ഞാൽ ഇത്തരം വലിയ വാഹനങ്ങളിൽ ഏറ്റവും മികച്ചത് തന്നെ EV ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഈ വാഹനം തരുന്ന കോൺഫിഡൻസ് അത്രയാണ്. ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് വളരെ കുറച്ച് വർഷത്തെ ഒരു പൈതൃകം മാത്രമേ ടാറ്റയ്ക്ക് അവകാശപ്പെടാനുള്ളൂ മറ്റുള്ള കമ്പനികളുടെ മേലിൽ. പക്ഷേ അവർ ചെയ്തു വെച്ചിരിക്കുന്ന രീതികൾ അടിപൊളിയാണ്. പിന്നെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ആക്ഷേപം പറയും, കാരണം ഇതിൻ്റെ ഒരു സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറയാറുണ്ട്. ഇത് കുറേ കാര്യങ്ങൾ, അതായത് ആദ്യം മുതലേ, കാരണം വെച്ചാൽ ഇത് വാഹനം ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ വാഹനം ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ പെട്ടെന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ അത്രയും വേഗത്തിൽ നമ്മുടെ ഷോറൂംസിലുള്ള സ്റ്റാഫുകൾ ട്രെയിൻഡ് ആയിരുന്നില്ല, അല്ലെങ്കിൽ ട്രെയിനിങ് കിട്ടാനുള്ള താമസം അങ്ങനെയൊക്കെയാണ് വന്നിരുന്നത്. അപ്പോൾ ആ കാര്യം കൂടെയൊക്കെ ടാറ്റ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യുന്നത്, ഇപ്പോൾ തന്നെ നമുക്കറിയാം പഞ്ചാണ് ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യുന്ന ഒരു വാഹനങ്ങൾ ഒന്നാമത് ഒരു സെഗ്മെൻറ്റിൽ. അതുപോലെ തന്നെ ഒരുപാട് സെയിൽസ് എലിവേഷൻ, അതായത് എത്രയോ താഴെ കിടന്ന പൊസിഷനിൽ നിന്ന് ടാറ്റ ഇപ്പം സെക്കൻഡ് പൊസിഷനിലേക്കാണ് ടാറ്റ വന്നിരിക്കുന്നത്. അപ്പം ഇനിയും ഇവർ ഈ സെയിൽസിൽ അവർ സർവീസിൽ അവർ കാര്യമായിട്ട് തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കേരളത്തിലാണെങ്കിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ഡീലർഷിപ്പുകളാണ് വന്നിരിക്കുന്നത്. അവരെല്ലാവരും കാര്യമായിട്ട് തന്നെ പരിശ്രമിക്കുന്നുണ്ട്. നേരത്തെ കേൾക്കുന്ന അത്രയും കംപ്ലയിൻറ്റുകളില്ല. എന്താണെങ്കിലും നെക്സ്റ്റ് ഒരു 3-4 ഇയേഴ്സ് ഡൗൺ ടൈമിൽ ഈ പറയുന്ന പോലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ്. ഇപ്പോൾ തന്നെ ഫസ്റ്റ് നമ്പർ നിൽക്കുന്ന മാരുതിക്ക് ഭയങ്കര കോമ്പറ്റീഷനാണ് ടാറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ അവർ ഇതിനെ കറക്റ്റായിട്ട് ഇങ്ങനത്തിലുള്ള നല്ല വാഹനങ്ങളും നല്ല മികച്ച സർവീസും ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ വാഹനത്തിന് തീർച്ചയായിട്ടും നല്ലൊരു പേരായിരിക്കും, റീസെയിൽ വാല്യൂ ഒക്കെ കൂടും. ഇന്ന് ഈ 15 കിലോമീറ്റേഴ്സ് അല്ലെ 15 ഇയേഴ്സിലേക്ക് വരുന്ന സമയത്തേക്ക് ബാറ്ററിയുടെ കേസിലേക്കൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പം റീസെയിൽ വാറണ്ടിയുടെ കാര്യത്തിലൊന്നും നമുക്ക് വലിയ ടെൻഷനില്ല. കാരണം വെച്ചാൽ ബാറ്ററിയുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, 15 വർഷത്തേക്ക് അത് കൃത്യമായിട്ട് പോകും. പിന്നെ ഇപ്പോൾ ഇറങ്ങുന്ന ലിഥിയം അയൺ ബാറ്ററീസിനൊക്കെ എന്ന് പറഞ്ഞാൽ 15 പറഞ്ഞാൽ ബ്രാൻഡ് 15 പറഞ്ഞാൽ അതിൽ 18 ഓടാൻ പാകത്തിലായിരിക്കും ബ്രാൻഡ് പറയുന്നത്. അല്ലെങ്കിൽ ഈ 15-14 വർഷത്തിലൊക്കെ കേടായി കഴിഞ്ഞാൽ വീണ്ടും ബാറ്ററി മാറിക്കൊടുക്കുന്ന പരിപാടികൾ വേണ്ടേ. അപ്പം എന്താണെങ്കിലും ലോങ് ആയിട്ട് നമുക്ക് ഓടുന്ന രീതിയിലാണ് ഇതിൻ്റെ ടോളറൻസ് എപ്പോഴും കമ്പനികൾ ഇടുന്നത്. അപ്പം എനിക്ക് ഫൈനലി ആയിട്ടുള്ളൊരു വേർഡിക്റ്റ് പറയാനുള്ളത്, നിങ്ങൾ എന്താണെങ്കിലും ഓടിച്ച് നോക്കുക. ടാറ്റ സിയർ ഒരു EV, ഒരു മികച്ച 5 സീറ്റർ, ഒരു ഗത്തുള്ള ഒരു സ്റ്റൈലുള്ള ഒരു വാഹനമാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, ഫീച്ചേഴ്സ് ഉള്ള വാഹനമാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, സേഫ്റ്റി ഉള്ള വാഹനമാണ് നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡിനെ തന്നെ ചൂസ് ചെയ്യാം. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു വാഹനം നിങ്ങൾ ഓടിച്ച് നോക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദിസ് ഈസ് റോബിൻ സൈനിങ് ഫ്രം റോബ് മൈ ഷോ.